പിന്നെ നമ്മൾ വേറെ സംഭവം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആരാ തോന്നുന്നത് ഈ ഒരു 15 വർഷത്തെ കാലയളവിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ ആരാണ്? കഴിഞ്ഞ 15 വർഷത്തെ കാലയളവിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ ആരായിട്ട് എനിക്ക് തോന്നുന്നത്? ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ വരുമ്പോ നമുക്കിപ്പോ ഒരുപാട് വേൾഡ് ക്ലാസ് സ്ട്രൈക്കർമാരുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ബെൻസിമ എന്ന് പറഞ്ഞത് ഒരു അണ്ടർറേറ്റഡ് സ്ട്രൈക്കർ ആണെന്ന് ഞാൻ പറയും. കാരണം പല കാര്യങ്ങളും ഒരു ഘട്ടത്തിൽ റൊണാൾഡോ ക്രിസ്ത്യാനോ റയൽ മാഡ്രിഡ് വിട്ടൊരു ഘട്ടത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ വലിയ മേൽക്കൈയില്ല, നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ആ ടൈമിൽ ബെൻസിമയുടെ ഒരു കുതിച്ചാട്ടം നടന്നു. ബെൻസിമ ബാൻഡോർ വരെ എത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു 2011. ആ ഒരു ടൈമില് ആ ബാൻഡോർ വരെ ആ ഒരു ടൈം പീരീഡിൽ ബെൻസിമയുടെ പെർഫോമൻസ് പറഞ്ഞത് പീക്ക് ലെവലായിരുന്നു. കാരണം പലരും പറയും റൊണാൾഡോയുടെ നേരിൽ നിന്നുകൊണ്ട് ബെൻസിമയ്ക്ക് പെർഫോമൻസ് നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ റൊണാൾഡോ സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റൊണാൾഡോ പോയതിന്റെ ശേഷമാണ് ബെൻസിമ കുറച്ച് സ്പേസ് കിട്ടിയിട്ട് ബെൻസിമ ആ ഒരു റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് കുന്തമുന ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിൽ ബെൻസിമ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു പറയേണ്ടി വരും. ചെൽസിനെ തോൽപ്പിച്ചതും സിറ്റിയിലെ പെർഫോമൻസ് ഒക്കെ വളരെ വളരെ എന്താണ് അൺറേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു കാര്യം ആരും എടുത്തു പറഞ്ഞിട്ടില്ല. മെസ്സി റൊണാൾഡോ ഏറയിൽ ബാൻഡോർ നേടി എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അതായത് ലൂക്കാ മോഡ്രിച്ചിനെ അപേക്ഷിച്ച് പിന്നെ ബാൻഡോർ ഈ ഏറയിൽ നേടിയുള്ള ഒരു പ്ലെയറാണ് ബെൻസിമ. അതാരും ശ്രദ്ധിക്കാതെ പോയത്. തീർച്ചയായും ബെൻസിമ എന്ന് പറയുന്ന അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് 100%. ബെൻസിമക്ക് വേണ്ടത്ര കൺസിഡറേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് ബെൻസിമയുടെ പോലെ തന്നെ വാഴ്ത്തപ്പെടേണ്ട ഒരു സ്ട്രൈക്കറാണ്, അല്ലെങ്കിൽ ബെൻസിമയെ കാട്ടിയും എനിക്ക് പേഴ്സണലി തോന്നുന്നത് പറഞ്ഞാൽ ബെൻസിമയെ കാട്ടി അടിപൊളി സ്ട്രൈക്കർ ആയിരുന്നു ലൂയിസ് സുവാറസ് എന്നുള്ളതാണ്. ലൂയിസ് സുവാറസിന് നമ്മൾ എന്താണ് പറയാ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോൾ ഒരു കളി എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ 500 ഗോളാണ് ഇപ്പൊ നമ്മൾ കണക്കെടുത്തുമ്പോൾ 500 ഗോളാണ് ക്ലബിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടും ലൂയിസ് സുവാറസിന് നേടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ റൊണാൾഡോ വിട്ടതിന് ശേഷമാണ് എന്ത് ബെൻസിമ ഒരു പ്രൈമിലേക്ക് ഉയർന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൊണാൾഡോനെ നിഴലിൽ വന്നൊക്കെ പറഞ്ഞു. പക്ഷെ നേരെ മറിച്ച് റൊണാൾഡോ മെസ്സിയും അവരവരുടെ പ്രൈമിൽ നിൽക്കുന്ന സമയത്ത്, റൊണാൾഡോ മെസ്സിയും അവരവരുടെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എന്താണ് പറയാ സുവാറസ് 2 യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടാണ് നേടിയത് 2 പ്രാവശ്യം. അതേപോലെ തന്നെ എന്താണ് മെസ്സി റൊണാൾഡോ പ്രൈമിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു എന്താണ് ഇപ്പൊ ലീഗിൽ തന്നെ എന്താണ് ഗോൾഡൻ ബൂട്ടും അതേപോലെ തന്നെ പിച്ചിച്ചി അവാർഡും ഇഷ്ടംപോലെ അവാർഡുകൾ ഇവൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ ഒരു കണക്കെടുത്ത് പ്രീമിയർ ലീഗിൽ പോലും ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട് ഈ ഒരു എന്താണ് സുവാറസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും പല ലീഗുകളിൽ ഓൻ ഇവന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബാഴ്സലോണയുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 2015-16 സീസണുകളിൽ ഇപ്പൊ മെസ്സിയുടെ കാര്യം പറഞ്ഞ മെസ്സിക്ക് പരിക്കായ സീസണിൽ പോലും എന്താണ് അത്രയും അടിപൊളിയായിട്ട് കളിച്ചിട്ട് ഒരു ലെവലിൽ എത്തിച്ച് ബാഴ്സലോണ ലെവലിൽ എത്തിച്ചത് സുവാറസ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്ലറ്റിക്കോത്തെ പെർഫോമൻസ് എടുത്തു, അത്ലറ്റിക്കോനെ കളിച്ച് ജയിപ്പിച്ച് ഒരു ലീഗ ടൈറ്റിൽ എടുപ്പിച്ചതിൽ സുവാറസിന്റെ പങ്ക് ചെറുതല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഗ്രെമിയോ എന്ന് പറഞ്ഞ ടീമിലും അടിപൊളിയായിട്ട് തന്നെ സുവാറസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സുവാറസ് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് അന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടാ. പേഴ്സണലി നല്ലൊരു ശരിക്കും ബെൻസിമനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സുവാറസ് ഫാർ ബെറ്റർ ആണ്. കാരണം സുവാറസ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനും റയലും ബാർസയും കളി കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് നെയ്മറിനും മെസ്സിനും അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നതാണ് സുവാറസിനായിരുന്നു. ആ സുവാറസിനെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പേടിപ്പിക്കുന്ന ഒരു ഇതാണത്, ഒരു കാഴ്ചയാണത്.